ഹലോ, നമുക്കിന്ന് ഒരു പിങ്ക് തൈര് ഉണ്ടാക്കാവേ. അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഒരു പാക്കറ്റ് പാല്, ഒരു ബീറ്റ്റൂട്ട്. പാല് പൊട്ടിച്ച് തിളപ്പിക്കുക, അതിനകത്തോട്ട് ഈ ബീറ്റ്റൂട്ട് അരിഞ്ഞ് ചേർക്കുക. ആദ്യം നമുക്ക് ഈ ബീറ്റ്റൂട്ട് ചെത്തി കഴുകി ഒന്ന് അരിഞ്ഞെടുക്കാവേ. പാലെടുത്തേക്കുന്ന മലനാട് മിൽക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് റെഡിയാക്കട്ടെ. ബീറ്റ്റൂട്ട് ചെത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്, നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാല് തിളപ്പിക്കാനുള്ള പാത്രത്തിലേക്ക് ഈ ബീറ്റ്റൂട്ട് അങ്ങോട്ട് ഇടാം. ബീറ്റ്റൂട്ട് നല്ല വൃത്തിക്ക് കഴുകിയൊക്കെ എടുക്കണം കേട്ടോ. അരിയുന്ന കത്തിയൊക്കെ പുളിയൊന്നും ഇല്ലാത്ത നാരങ്ങ മുറിച്ചത് അങ്ങനെയൊന്നും ആയിരിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ പാല് പിരിഞ്ഞു പോവും. ഞാൻ ബീറ്റ്റൂട്ട് തിളപ്പിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പാലും കൂടെ പൊട്ടിച്ചതിനകത്തോട്ട് ഒഴിക്കാവേ. ഈ സമയത്ത് ആദ്യം കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഞാൻ പാലെടുത്തുകൊണ്ട് വരട്ടെ. പാല് പൊട്ടിച്ചൊഴിക്കുവാണേ. 1/2 ലിറ്റർ പാലും ഒരു മീഡിയം സൈസ് ബീറ്റ്റൂട്ടും. ബീറ്റ്റൂട്ട് എങ്ങനെ വേണേലും അരിയാം. ഇച്ചിരൂടെ കുത്തി വേണേൽ അരിയാം, അല്ലെങ്കിൽ ഇച്ചിരൂടെ വലിയ കഷ്ണങ്ങളായിട്ട് അരിയാം. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് തിളപ്പിക്കാൻ വെക്കാവേ. ആരും മറക്കരുതേ, ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. അപ്പോൾ ഞാനിത് തിളപ്പിക്കട്ടെ. പാല് തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നിന്ന് നോക്കിക്കോണം, അല്ലെങ്കിൽ തിളച്ച് ചാടിപ്പോവും. ആരാണ്ട് പറഞ്ഞ പോലെ നമ്മളടുത്തുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മളവിടുന്ന് മാറുമ്പോഴത്തേക്ക് പാല് തലപൊക്കി നോക്കുന്നു. നമ്മളടുത്ത് നിന്ന് എത്ര നേരം നിന്നാലും തിളയ്ക്കുകയില്ല. കണ്ണൊന്ന് തെറ്റിയാൽ അപ്പം തിളച്ച് ചാടും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. പാലേ പതുക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് നമുക്ക് നല്ലപോലെ തിളപ്പിച്ച് ഓഫ് ചെയ്യാവേ. തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് തീ കുറച്ച് വെച്ച് ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നേ. ആ ബീറ്റ്റൂട്ടിൻ്റെ കളറ് മുഴുവൻ ഇളകിപ്പോരട്ടെ, അതിന് വേണ്ടിയാണ് കേട്ടോ. അതിനുശേഷം അടുപ്പ് ഓഫ് ചെയ്ത് വാങ്ങി കുറേ നേരം വെച്ച് തണുപ്പിച്ചു. തണുത്ത് കഴിയുമ്പോഴാണ് ഒഴിക്കുന്നത്. തണുത്തെന്ന് പറഞ്ഞാൽ തീരെ തണുത്ത് പോയത്, ഒരു ചെറു ചൂട് വേണം. അപ്പോഴാണ് നമുക്ക് നല്ല കട്ട തൈര് കിട്ടുന്നത് കേട്ടോ. നമ്മൾ വിരളൊന്നും മുക്കി നോക്കിയാൽ ചെറിയൊരു ചൂട്, അങ്ങനെയല്ല പൊള്ളുന്ന ചൂടിൽ ഒഴിക്കല്ലേ. അങ്ങനെ നമ്മൾ ഒഴിച്ചു. ഇത് ഞാൻ രാത്രിയിലാണ് ഒഴിച്ച് വെച്ചത്, കിടക്കുന്നതിന് മുമ്പ്. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ സെറ്റായിട്ടിരുന്നോളും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലിന് കൊള്ളുന്നൊരു പാത്രമായത് കേട്ടോ. അതിലേക്ക് നമ്മൾ ബീറ്റ്റൂട്ട് ഇട്ട് തിളപ്പിച്ച പാല് അരിച്ചൊഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർക്കാവേ. 1 സ്പൂൺ കട്ടത്തൈരാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഇത് മതി, ഒത്തിരി ആവശ്യമില്ല. അധികം പുളിയില്ലാത്ത നല്ല കട്ടത്തൈര് 1 സ്പൂൺ ചേർത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം, ഇളക്കി വെക്കാം കേട്ടോ. പിന്നെ ഇത് അനക്കാതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല കട്ട തൈര്, നല്ല പിങ്ക് കളറിലുള്ള തൈര് കിട്ടുമേ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് നാളെ രാവിലെ നോക്കാം. കണ്ടോ, പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മുടെ തൈരിൻ്റെ അവസ്ഥ കണ്ടോ. നല്ല കട്ടയ്ക്ക് ഇരിക്കുന്ന നല്ല പിങ്ക് കളറിൽ സൂപ്പർ കളറല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബീറ്റ്റൂട്ടിൻ്റെ ആ ചുവയൊന്നുമില്ല. ചെറിയൊരു മധുരവും ചെറിയൊരു പുളിപ്പും, എന്താണെന്ന് പറയാൻ പറ്റാത്ത നല്ലൊരു ടേസ്റ്റും. അപ്പോൾ ഞാനിന്ന് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കുക കേട്ടോ. സാലഡൊന്നും ആക്കിയില്ല, വെറുതെ തൈര് മാത്രം, തൈരും അച്ചാറും കൂട്ടി ഫ്രൈഡ് റൈസ് കഴിക്കുക കേട്ടോ. എനിക്ക് എന്തിൻ്റെയാണെന്നറിയാൻ പറഞ്ഞു തരാൻ പറ്റാത്ത കൂട്ടിയിട്ട് നല്ലൊരു ടേസ്റ്റായിരുന്നേ. ബീറ്റ്റൂട്ടിൻ്റെ കുത്തലൊന്നുമല്ല, ഇത് നല്ല ഈന്തപ്പഴവും നാരങ്ങയും കൂടിയുള്ള അച്ചാറും. അങ്ങനെ അത് കഴിച്ചു. ഇനി പിറ്റേ ദിവസം ചോറിൻ്റെ കൂടെ കഴിക്കുക കേട്ടോ. ചോറിൻ്റെ കൂടെ ഞാനൊരു കാന്താരി മുളകും കൂടി ഇട്ടേ. അപ്പം നല്ല എരിവും ചെറിയൊരു പുളിയും ചെറിയൊരു മധുരവും, പിന്നെ തോരനും അച്ചാറും. സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിള്ളേർക്ക് കൊടുത്താൽ ഒത്തിരി ഇഷ്ടപ്പെടും. സ്കൂളിലൊക്കെ കൊടുത്തു വിട്ടാൽ എല്ലാ പിള്ളേരും അത്ഭുതപ്പെടും, ഇതെന്ത് തൈരാന്ന് ഓർത്ത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.